കടലിവർക്ക് പോറ്റമ്മയാണ്. അമ്മയുടെ കനിവിൽ ഇവർക്ക് കിട്ടിയ സർവ്വസൗഭാഗ്യങ്ങളും ചില സമയങ്ങളിൽ കടൽ തിരിച്ചെടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പൂന്തുറയിലുണ്ടായ കടലാക്രമണത്തിൽ കടലിന്റെ മക്കളുടെ വീടുകളിലേക്ക് ഭീമൻ തിരമാലകൾ അടിച്ചു കയറി. കടലിന്റെ കലിയറിയാതെ നിന്ന ഇവരിൽ പലരുടെയും വീടുകൾ ഈ കടലാക്രമണത്തിൽ തകർന്നുപോയി. ശനിയാഴ്ച രാത്രി 1 മണിക്ക് തുടങ്ങിയതാണിത്. 1 മണി തൊട്ട് രാവിലെ വരെ ഒരു വ്യക്തിയും ഉറങ്ങിയിട്ടില്ല. ഇത് ഏതാണ്ട് ഒരു 10-14 വീട് അടുപ്പിച്ചുണ്ടായിരുന്നു. ഒരു 7 മണിക്കാണ് ഇത് ഇങ്ങനെ വലിയ കടലായിട്ട് വന്ന് അടിച്ച് ഈ ഒരാൾ പൊക്കത്തിലുള്ള വെള്ളം ഇങ്ങനെ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് അടുപ്പിച്ചോളം ഈ ഒരാൾ പൊക്കത്തിലുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന ഒരു അമ്മച്ചി, വീടുകളിൽ ഇവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം വലിച്ചീർത്തുകൊണ്ട് അവിടെ ഒരു അപ്പുറത്തൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ കൊണ്ട് മൂടിക്കളഞ്ഞല്ല. പിന്നെ നമ്മളിവിടെ ഇഞ്ചിന് കഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സംഭവം വന്നത്. ഇതുവരെ ഏതാണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 10 വർഷത്തിൽ കൂടുതലാകുന്നു. ഇങ്ങനെയുള്ളൊരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇന്നലെ ഇങ്ങനെ സംഭവിച്ചത്. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവർക്കും പോലീസുകാർ ആ നേരം വന്ന് ആശുപത്രി കൊണ്ടുപോവുകയും അവരെ ഇന്നലെ ഒരു വൈകുന്നേരം 7 മണിയായപ്പോൾ അവരെ മാറ്റി താമസിക്കുകയും ചെയ്തു. അല്ല, ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 11-12 മണി വരെ ഈ കടൽക്ഷോഭം ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ചെറുതായിട്ട് മാറ്റം ഉണ്ടായത്. വീടുകൾക്കുള്ളിൽ കിടന്നുറങ്ങിയ കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത്. ഞങ്ങൾ ഇവിടെ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രി 2 മണിക്ക് ഞങ്ങൾക്ക് ഇവിടെ കടൽ തുടങ്ങിയതാണ്. കടൽ തുടങ്ങി ഞങ്ങൾ സുരക്ഷിതയില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ 100-ൽ വിളിച്ച് അവിടെ നിന്ന് പോലീസുകാരൊക്കെ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെളുക്കുന്നവർ ഞങ്ങളിവിടെ ഈ അയൽവാസികളും പരിസരവാസികളും ഞങ്ങൾ വിളിച്ചിരുന്നതിന് ശേഷം വീണ്ടും വെളുപ്പിൽ ചുമ്മാ കടലെടുത്തോണ്ടാണ് 8 മണിയോടായപ്പോൾ ഭയങ്കര ഒരു കടൽ 2 ആളെ പൊക്കത്തിൽ അങ്ങോട്ട് ചാടി വന്ന് ഇതാണ്ട് ഈ മോനിന് മുറിവ്, എൻ്റെ ഭർത്താവിന് മുറിവ്, ഈ ലാസ്റ്റ് കുട്ടിക്ക് എൻ്റെ ലാസ്റ്റ് കുട്ടിക്ക് മുറിവ്, ഈ കൊച്ചിനാണെങ്കിൽ മൂക്കിലും വായിലും കൂടെ ചുമ്മാ മണ്ണോട്ട് ഒഴിച്ച് കടലിൽ ഞങ്ങളെല്ലാം മൊത്തം നനഞ്ഞും കടലിൻ്റെ വെള്ളം വീട്ടിൻ്റെ അകമല്ല വെള്ളം. അപ്രതീക്ഷിതമായി ഉണ്ടായ കടലാക്രമണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പുറത്തെ വീട് മൊത്തം നഷ്ടപ്പെട്ട് ആ വീട് വന്നാണ് ഈ വീട്ടിൻ്റെ അകത്ത്. എനിക്ക് 7 മാസം തന്നെ മോളുടെ കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനെയും കൊണ്ടാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടത്. രാത്രി മൊത്തം ഞങ്ങൾ ഒരു കണ്ണുപോളാം ഈ 4 വീട്ടുകാരും ഞങ്ങൾ ഉറങ്ങിയില്ല. തേരെ വെളുക്കുന്നവർ ഈ രാവിലത്തെ 7 മണിയോടെ കൂടെയാണ് ഒരു സുനാമി തന്നെ ഇത്. മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച കടലോരവാസികൾക്ക് തങ്ങളുടെ തൊഴിലുപകരണങ്ങളിൽ പലതും കടലെടുത്തു കൊണ്ടുപോയി. ഇത് കാരണം ഇവരുടെ മുന്നിൽ ഇനി പട്ടിണിയുടെ കാലമാണ്. ഇപ്പൊ എൻ്റെ ഉപകരണങ്ങളെല്ലാം പോയി. ഞങ്ങൾ വേല ചെയ്ത് നാളെ പിടിക്കുന്ന ഉപകരണങ്ങൾ എൻ്റെ വലിയളണ്ടാ, എൻ്റെ ഏക്കറുകളാണ്. ഞാൻ കടം കാവലും മേടിച്ചിട്ട് എൻ്റെ കടം പോലും തീർന്നാലും ഞാൻ കിടക്കുകയാണ് ഇവിടെ. പലിശക്കാരാണെങ്കിൽ അതിനപ്പുറം നമുക്കതൊന്നും ചെയ്യാൻ എൻ്റെ ഉപകരണങ്ങൾ എനിക്കിത് എല്ലാം പോയി. ഞാൻ എങ്ങനെ വേല ചെയ്ത് ഈ കുട്ടികളെ വളർത്തും? വീടുകളിലേക്ക് വെള്ളം കയറിയ നിമിഷങ്ങളിൽ മുന്നിൽ കണ്ട മരണത്തിൽ നിന്നും കരകയറാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്നിവർ. മാറി മാറി വരുന്ന സർക്കാരുകളുടെ പ്രഖ്യാപനങ്ങളൊന്നും കടലിന്റെ മക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. 5 വർഷം കഴിഞ്ഞിട്ട് പറയും ഞങ്ങളത് പുളിമുട്ടി ചെയ്തു തരാം, അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, നിങ്ങൾ പേടിക്കല്ല, വോട്ട് വാങ്ങിച്ചുകൊണ്ട് അവർ പോകും അവരുടെ പാട്ടിന്. ഇത്രയും കാലം കൊണ്ട് ഈ ഗവൺമെൻറ്റുകാരെ കൊണ്ട് ഒരു നിയന്ത്രണം പോലും എടുത്തിട്ടില്ല. അത്രയ്ക്ക് ഇത്രയും വീട്ടുകാർ കടന്ന് ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. കടലിൽ മീൻ പിടിക്കാൻ പോയാൽ അതിനുള്ള കടത്തിൽ കിടന്ന് നീന്തുന്നതല്ലാതെ അവർക്ക് അന്നുള്ള നിത്യോർത്ത് കിട്ടുന്നില്ല. ഇത്രയും വില കൂടിയ മണ്ണെണ്ണയും ബോയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പോലും അവർക്ക് പോകുന്ന കടം പോലും തീരാതെയാണ് ഇന്നലത്തെ അവസ്ഥയിൽ കിടന്ന് ഇത്രയും വീട്ടുകാർ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. തികച്ചും ശാസ്ത്രീയമായ രീതിയിലുള്ള കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയാൽ സ്വന്തം മണ്ണിൽ ഭീതിയില്ലാതെ തലചാച്ചുറങ്ങാനുള്ള അവസരം ഇവർക്ക് ലഭിക്കും. ദൈന്യതയുടെ മുഖംമൂടി അണിഞ്ഞ രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങളെ ഇന്നവർ വിശ്വസിക്കുന്നില്ല. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് മത്സ്യബന്ധനത്തിനായി പോയി തുടങ്ങിയ നേരത്താണ് കടൽ കലിരൂപം പൂണ്ട് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. അന്നന്നത്തെ അന്നത്തിനായി കടലിനെ ആശ്രയിക്കുന്ന ഇവരുടെ രോദനം അധികാരികളുടെ ചെവിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം.